ഹലോ മക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൽ ഈസി ആയിട്ട് 70+ മാർക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. വലിയൊരു സംശയമില്ല. നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാര്യം, ട്രൈ ടു റൈറ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ. നിങ്ങൾക്ക് പേപ്പർ കിട്ടുന്ന ഒരു കറക്റ്റ് ഓർഡറിലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഗ്രാമർ, റൈറ്റിംഗ്, പിന്നെ ലിറ്ററേച്ചർ സെക്ഷൻ അതേ ഓർഡറിൽ തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി ഓൾറെഡി നിങ്ങൾക്ക് വേറൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. പക്ഷേ അതിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ പേപ്പർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ടീച്ചറിൻ്റെ പേപ്പർ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാനും ഓൾസോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ട്രാക്ക് ചെയ്യാനും ഏറ്റവും ഈസി എന്നാണ് കറക്റ്റ് ഓർഡർ എഴുതുക. 1 2 3 4 5 6 എഴുതിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും നിങ്ങൾ തന്നെ എന്ത് അറ്റൻഡ് ചെയ്തു, എന്ത് അറ്റൻഡ് ചെയ്തില്ല, എവിടെയൊക്കെ ഗ്യാപ്പ് ലീവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി വേറെ സ്ട്രാറ്റജി ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ് വൺ, ഇറ്റ് ഈസ് ഓക്കെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡോണ്ട് എവർ ജമ്പിൾ വിത്തിൻ എ സെക്ഷൻ. അതൊരു സെക്ഷൻ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ നിങ്ങൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ നിങ്ങൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, പിന്നെ നിങ്ങൾ വീണ്ടും 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി. ഇത് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് 100 പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും ഒരു പേപ്പർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫ്ലോയിലായിരിക്കും 1 2 3 4 എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അതിന് ടിക്ക് ഇത് പോയിരിക്കും ഓരോ പേപ്പറിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഫസ്റ്റ് ചോദ്യം തന്നെ 2ാമത്തെ ചോദ്യം എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ 5ാമത്തെ. അപ്പോൾ ടീച്ചറിനെ പോയിട്ട് മാർക്കിംഗ് സ്കീമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടാവില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയുള്ള ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ടീച്ചേഴ്സ് മനുഷ്യന്മാരാണ്, റോബോട്ട്സ് ഒന്നുമല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് ചിലപ്പോൾ ദേഷ്യം വരും. ചിലപ്പോൾ നിങ്ങൾ എന്തിനാ ഇടയിൽ മിസ്റ്റേക്കും കൂടി ഉണ്ടാക്കിയാൽ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്താണ് ചിലപ്പോൾ മാർക്ക് അങ്ങോട്ട് കട്ട് ചെയ്യും. അല്ലാത്ത പക്ഷേ ചിലപ്പോൾ നിങ്ങളെ മാർക്ക് കട്ട് ചെയ്യാത്ത ടീച്ചറായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ചെയ്യരുത്. വിത്തിൻ എ സെക്ഷൻ നിങ്ങൾ കറക്റ്റ് ഓർഡറിന് എഴുതുക. അവരെ വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആക്കരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിലപ്പോൾ നല്ല ഇൻറ്റൻഷനിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അറിയുന്ന ആദ്യം എഴുതി, പിന്നെ അറിയാത്ത പിന്നെ എഴുതി എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ കറക്റ്റ് ചെയ്യുന്ന ടീച്ചർ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയില്ല. അവർ നോക്കുമ്പോൾ യുവർ പേപ്പർ ഇസ് ജസ്റ്റ് അനദർ പേപ്പർ. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്കറിയില്ല. അവർ പേപ്പർ എന്നാണ് മനസ്സിലാക്കുക നിങ്ങളുടെ ക്യാരക്ടർ. നിങ്ങൾ പേപ്പർ ഷാബി ആയിട്ട്, വൃത്തികേടായിട്ട്, അല്ലെങ്കിൽ ജമ്പിൾഡ് ആയിട്ടൊക്കെ വിത്തിൻ എ സെക്ഷനൊക്കെ എഴുതിയാൽ അവർ നിങ്ങളൊരു എന്താണ് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ നിങ്ങളുടെ പേപ്പറിനെ നിങ്ങളെ കാണുള്ളൂ. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. വിത്തിൻ എ സെക്ഷൻ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് വിത്ത് റഫ് പോയിന്റ്സ് ഓൺ ദി ലാസ്റ്റ് പേജ്. പ്രത്യേകിച്ച് നിങ്ങൾ റൈറ്റിംഗ് സെക്ഷനിൽ ലെറ്റർ ആയിക്കോട്ടെ, അനലിറ്റിക്കൽ പാരഗ്രാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാസ്റ്റ് സെക്ഷനിൽ ലിറ്ററേച്ചർ സെക്ഷനിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ കുറേ പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ എഴുതേണ്ടി വരും. ആ പോയിന്റ്സ് നിങ്ങൾ വെറുതെ അവിടെ എഴുതി തുടങ്ങാതെ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനത്തെ പേജ് നിങ്ങൾ റഫ് ഷീറ്റിൽ നിന്ന് എഴുതി വെക്കുക, മുകളിൽ റഫ് ഷീറ്റിൽ നിന്ന് എഴുതി വെക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതുക. കുറേ സമയം എടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ലെറ്റർ എഴുതി ഇൻക്ലൂഡ് ചെയ്യാനുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ഇതിൻ്റെ ആക്ച്വൽ ലെറ്റർ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, ഓക്കെ എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ള കാര്യം. എന്നിട്ട് ആ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലെറ്ററിലോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ പാരഗ്രാഫിലോ അത് കയറ്റുക. ഓക്കെ, അപ്പോൾ അത് റഫ് ഷീറ്റിൽ അത് എഴുതിയതിനു ശേഷം അത് ഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ബുള്ളറ്റ് പോയിന്റ്സിൽ വെറുതെ റഫായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പെട്ടെന്ന് എഴുതിയാൽ മതി. കുറേ സമയം കളയരുത്, അത് ഭയങ്കര ഭംഗിയാക്കാൻ നോക്കരുത്. ജസ്റ്റ് റഫായിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടി. ഓക്കെ, അല്ലാണ്ട് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓരോരോ ഐഡിയാസ് വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഡിയാസ് ചിലപ്പോൾ ഇടുമായിരിക്കും, പക്ഷെ അത് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. ഓർഗനൈസേഷന് സ്പെഷ്യൽ മാർക്സ് ഉള്ള കാര്യം അറിയാലോ മാർക്കിംഗ് സ്കീമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ റഫായിട്ട് പോയിന്റ്സ് അവസാനത്തെ പേജിൽ എഴുതുക. അത് നിങ്ങളുടെ ആക്ച്വൽ ആൻസർ ഷീറ്റിൻ്റെ ഇടയിൽ വരരുത്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ലീവ് ലോട്ട്സ് ഓഫ് ഗ്യാപ്സ്. അതായത് നിങ്ങളിപ്പോൾ ഒരു റീഡിംഗ് കോമ്പിനേഷനിലല്ലേ നിങ്ങൾ എന്താണ് ഒരു റൈറ്റിംഗ് സെക്ഷനിൽ ഒരു ചോദ്യം എഴുതി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അയ്യോ ഇത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ റീഡിംഗ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പോൾ തന്നെ അത് ലീവ് ചെയ്യാം. സാർ എങ്ങനെ ലീവ് ചെയ്യേണ്ടത്, നല്ല ഗ്യാപ്പ് കിട്ടോ. ഇപ്പോൾ 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈനെ നിങ്ങൾക്ക് എഴുതാൻ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിലും നിങ്ങളൊരു 5 ലൈൻ വിട്ടോ, അല്ല 6 ലൈൻ വിട്ടോ. റൈറ്റിംഗ് സെക്ഷനിൽ ലെറ്റർ നിങ്ങൾ എഴുതി വരുമ്പോൾ സ്റ്റക്കായി, ഇനി പോയിന്റ്സ് കിട്ടുന്നില്ല, അതിൽ ഐഡിയാസ് കിട്ടുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 1/2 പേജ് വിട്ടോ, അല്ലെങ്കിൽ വേണം നിങ്ങൾ 1 പേജ് വെച്ചു. പേജ് വിട്ടതുകൊണ്ട് വിഷയമുള്ള കാര്യമല്ല. അത് പിന്നീട് അവസാനം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പേജും സ്ഥലങ്ങളും ഇഷ്ടം പോലെ വിടുക. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളൊരു ആൻസർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവിടെ നിങ്ങൾ അടുത്ത ആൻസർ തുടങ്ങി, ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അവസാനം നിങ്ങൾ ഓർക്കുന്ന അയ്യോ ഇത് എഴുതണമല്ലോ, എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് മണ്ടത്തരായിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ടീച്ചറെ കറക്റ്റ് പോലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഗ്യാപ്പ് വിട്ടുകൊണ്ടിരിക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾ ഗ്യാപ്പ് വിട്ടു, ആരും നിങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാർട്ട് ബിഗ് ആൻസേഴ്സ് ഇൻ എ ന്യൂ പേജ്. അപ്പോൾ നിങ്ങൾ ലെറ്ററൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്താണ്, നിങ്ങൾ അനലിറ്റിക്കൽ പാരഗ്രാഫ് ലെറ്റർ അടുപ്പിച്ചാണ് വരിക. അപ്പോൾ നിങ്ങൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ലെറ്റർ എഴുതുന്നു, പേജ് 3 ആണുള്ളത്. ഓക്കെ, അനലിറ്റിക്കൽ പാരഗ്രാഫ് തുടങ്ങാൻ ഇത്ര സ്ഥലമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരിക്കലും ആ സ്ഥലം യൂസ് ചെയ്യരുത്. നിങ്ങൾ ആ പുതിയ പേജിൽ തുടങ്ങി, അപ്പോൾ വൃത്തികേട് ആയിരിക്കില്ല. അനലിറ്റിക്കൽ പാരഗ്രാഫ് ഇവിടെ തുടങ്ങി, പിന്നെ ബാക്കി അവിടെ, അത് വൃത്തികേടായിരിക്കും. ഈ ടീച്ചർ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം, ടീച്ചർ നിങ്ങളുടെ ക്യാരക്ടറിനൊന്നും ടീച്ചറിന് അറിയില്ല. ആ പേപ്പർ എന്താണോ കാണുന്നത് അന്നാണ് ടീച്ചർ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളത് എത്രത്തോളം വൃത്തികേടാക്കുന്നോ അത്രത്തോളം ഇംപ്രഷൻ പോവുകയാണ്. നിങ്ങൾ വേറെ ലിറ്ററേച്ചർ സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ അതാണ് വേഗം മാർക്ക് കൊണ്ട് കുറയ്ക്കും.
നേരെ മറിച്ച് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ടാണ് പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന വൃത്തിക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു ഇംപ്രഷൻ എന്താണ് ഭയങ്കര കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ലിറ്ററേച്ചറിൽ സെക്ഷനിലൊക്കെ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മിസ്സായി പോലും നമ്മൾ മിസ്സായാലും കുഴപ്പമൊന്നുമില്ല, ടീച്ചറെ മാർക്ക് ഇട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ വലിയ ആൻസേഴ്സും ഒരു പുതിയ പേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് കാര്യം അണ്ടർലൈൻ. നിങ്ങളെല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ലിറ്ററേച്ചർ സെക്ഷനിലാണ്, കാരണം അതിൽ കുറേ ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട്. അതിൽ ടീച്ചർ എന്താ നോക്കുള്ളൂ, നിങ്ങളെ ഓരോ സെൻറ്റൻസ് എങ്ങനെ എഴുതിയെന്ന് നോക്കാൻ പോകുന്നില്ല, എന്താണ് അതിൽ കീ വേർഡ്സ്. അത് മിക്ക സമയത്ത് ചാപ്റ്ററിൽ ഉപയോഗിച്ച കീ വേർഡ്സ് ആണെങ്കിൽ അതിൽ വലിയ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ചാപ്റ്ററിൽ ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണോ വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോഡ്സ് ഉപയോഗിച്ചിട്ട് ഡയലോഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായിരിക്കും ടീച്ചറിൻ്റെ മാർക്കിംഗ് സ്കീമിലുണ്ടാവും. അപ്പോൾ അത് മാക്സിമം ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. റൈറ്റിംഗ് സെക്ഷനിലും പ്രത്യേകിച്ച് അതിൽ അനലിറ്റിക്കൽ പാരഗ്രാഫിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ടീച്ചർ മനസ്സിലാവും ഈ കുട്ടി എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കി ടീച്ചർ എന്താണ് നിങ്ങളുടെ ഫോർമാറ്റ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. അത് എഴുതി പോകുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ചെയ്താലും മതി. ഓക്കെ, ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ടൊന്നും എഴുതരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ആൻസർ എഴുതണം ലിറ്ററേച്ചർ സെക്ഷനിൽ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ എഴുതരുത്. എല്ലാ കാര്യങ്ങളും സെൻറ്റൻസുകളുടെ ആയിരിക്കണം. ഓക്കെ, കംപ്ലീറ്റ് സെൻറ്റൻസിലായിരിക്കണം. ഒന്ന് ബുള്ളറ്റ് പോയിന്റ്സ് എന്ന രീതിയിൽ ഒരു കാരണവശാൽ എഴുതരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബോണസ് ടിപ്പും കൂടി പറയാം. നിങ്ങൾ ഈ വർഷം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ റൈറ്റിംഗ് സെക്ഷനിലൊക്കെ ആ മാർക്കിംഗ് സ്കീം ഡൗൺലോഡ് ചെയ്യും. പേപ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ല തീർച്ചയായും നിങ്ങൾ നോക്കണം. അതിൻ്റെ മാർക്കിംഗ് സ്കീമും കൂടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് ടീച്ചറിന് മാർക്കിംഗ് സ്കീം, എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പഠിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഓരോ റീഡിംഗ് കോമ്പ്രഹെൻഷൻ ഞാൻ ഇത് ശ്രദ്ധിക്കണം, ഗ്രാമറിന് ഞാൻ ഇത് ശ്രദ്ധിക്കണം, റൈറ്റിംഗ് സെക്ഷൻ ഇത് ശ്രദ്ധിക്കണം, ലിറ്ററേച്ചറിന് ഇത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്. ഇന്നത്തെ ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ഇത് തീർക്കാവുന്നുള്ളൂ. അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഒരു ലെറ്ററിൻ്റെ മാർക്കിംഗ് സ്കീമാണ് കാണുന്നത്. അത് മാർക്കിംഗ് സ്കീം ഇവിടെ കാണാം. അപ്പോൾ ഫോർമാറ്റിന് 1 മാർക്ക്, എന്തൊക്കെയാണ് ഫോർമാറ്റിൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടന്റിന് 2 മാർക്കാണുള്ളത്. അപ്പോൾ കണ്ടന്റിൽ എങ്ങനെയാണ് ആ 2 മാർക്ക് കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാ എന്തൊക്കെയാണ് അഡ്രസ്സ് ചെയ്ത ഇഷ്യൂസ്, എന്തൊക്കെയാണ് സജഷൻസ്, നിങ്ങൾ കൊടുത്ത സജഷൻസ്, ആ സജഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെ ആ ഒരു മൊത്തം ഇഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ സൊസൈറ്റിനോടുള്ള ഇംപ്ലിക്കേഷൻ എന്താണ്, ലാസ്റ്റ് റെക്കമെൻഡേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ആഡ് ചെയ്യാം ആ റെക്കമെൻഡേഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കണ്ടന്റിന് മാർക്ക് കിട്ടുക. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ വരാം, കുറേ സജഷൻസ് എഴുതി വെച്ചു മാർക്ക് കിട്ടില്ല. കാരണം സജഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, എല്ലാ കാര്യം എക്സിക്യൂഷൻ ഒക്കെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർഡറിൽ എഴുതണം. അതായത് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് സജഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലും എഴുതാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതെന്താണ് പ്രശ്നം എന്ന് പറയാം, ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ പറയാം, ആ കാരണങ്ങൾ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, റെക്കമെൻഡേഷൻ പറയാം, ആ റെക്കമെൻഡേഷൻസ് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്ത എന്തൊക്കെ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ ഓർഡറായിട്ട് നിങ്ങൾ എഴുതണം. അപ്പോൾ അതിനും മാർക്കുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊക്കെയാണ് മാർക്ക് കിട്ടുക. ആൻഡ് ലാസ്റ്റ് കാര്യം സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, ഗ്രാമർ, ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കണം, കോമ ഉണ്ടായിരിക്കണം, സ്പെല്ലിങ്സ് കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾ പേപ്പറിൻ്റെ അവസാനം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ബേസിക് ഗ്രാമറും കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടും. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ ഒരു മാർക്കിംഗ് സ്കീം നിങ്ങൾ എല്ലാത്തിൻ്റെയാണ് ഒന്ന് സ്റ്റഡി ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്താൽ, ഈ 7 കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ നാളത്തെ എക്സാമിൽ നിങ്ങൾ ഒരു ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ആ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങളെല്ലാ CBSE ക്ലാസ് 10 ഫ്രണ്ട്സിലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് തകർക്കണം നാളത്തെ എക്സാം. ബൈ ബൈ.